പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ദ സിനിമ ടോക്കീസ് ചർച്ച ചെയ്യുന്നു മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റിനെ കുറിച്ച്. താരേ സമീൻ പർ പോലൊരു ചിത്രം സംവിധാനം ചെയ്യുക, ലാപത ലേഡീസ് പോലൊരു ചിത്രം നിർമ്മിക്കുക, അന്യഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ഹം ഹേൻ റഹി പ്യാർ കെ എന്ന സിനിമയ്ക്കൊരു തിരക്കഥ എഴുതുക, ദംഗൽ, ലഗാൻ, 3 ഇഡിയറ്റ്സ്, PK, രംഗീല എന്നീ ചിത്രങ്ങളിൽ നായകനാവുക, സത്യമേവ ജയതേ എന്ന ടെലിവിഷൻ ഷോ കൊണ്ട് ലോകത്തെ സ്വാധീനിച്ച 100 പേരുടെ ലിസ്റ്റിലേക്ക് ഇടിച്ചു കയറുക, ചൈനീസ് പ്രൊജക്ടുകൾ ഇന്ത്യൻ വിപണി കീഴടക്കുന്ന കാലത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് അവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് തെളിയിക്കുക, യാഷ് ചോപ്ര സിനിമയിലെ വേഷം എന്ന ഏതൊരു നടനും മോഹിക്കുന്ന ഓഫർ ലഭിച്ചപ്പോൾ ആ വേഷം തന്നെക്കാൾ ചേരുന്നത് തന്റെ കോമ്പറ്റീറ്ററായ ഷാറൂഖിനാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ആ വേഷം അദ്ദേഹത്തിന് നൽകുക, വിവാഹബന്ധം ഏർപ്പെടുത്തിയ ശേഷവും പൂർവ്വഭാര്യയുമായി ഗാഠമായ സൗഹൃദം തുടർന്നു കൊണ്ടുപോവുക, തന്റെ കൂടെയുള്ളവർ 100 കോടി കളക്ഷൻ നേടിയ ചിത്രത്തിന് കേക്ക് കട്ട് ചെയ്ത് വിജയാഘോഷം നടത്തുമ്പോൾ അവരുടെ മുന്നിലേക്ക് 2000 കോടി ബിസിനസ് ചെയ്തൊരു സിനിമ എടുത്തു വെക്കുക. അതാണ് ദംഗൽ. നിങ്ങളുടെ എഴുത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഷോർട്ട് ടേം മെമ്മറി ലോസ് ഉള്ളൊരു മനുഷ്യൻ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അയാൾക്ക് ഒന്നും ഓർമ്മ കാണില്ല. പിന്നീട് അയാൾക്ക് ഓർമ്മ വരണമെങ്കിൽ ശരീരത്തിൽ പച്ച കുത്തിയിരിക്കുന്ന വാക്കുകൾ കാണണം. ഉറങ്ങി എഴുന്നേൽക്കുന്ന ആൾ എങ്ങനെയാണ് ശരീരത്തിലെ പച്ച കുത്തിയ വാക്കുകൾ കാണുക എന്ന പോയിന്റ് മിസ്സിംഗ് ആണ് എന്നറിയുമ്പോൾ, അതിനാൽ കണ്ണു തുറക്കുന്ന നായകൻ ആദ്യം നോക്കുന്ന കണ്ണാടിയിൽ റിമൂവ് ഷർട്ട് എന്നൊരു നോട്ട് കൊടുത്താൽ നന്നാകുമെന്ന് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ സിനിമ റീമേക്ക് ചെയ്യുമ്പോൾ സംവിധായകന് നിർദ്ദേശം നൽകുക. ഗജനിയിലെ രംഗമാണത്. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി 6 മാസം കൊണ്ട് ശരീരഭാരം 75 കിലോയിൽ നിന്നും 98ലേക്കും അവിടെ നിന്ന് തിരികെ 68ലേക്കും കൊണ്ടുപോവുക. ഇന്ത്യൻ സിനിമയിലെ അത്ഭുത മനുഷ്യന് വയസ്സ് 60 പിന്നിട്ടിരിക്കുകയാണ്. അയാളുടെ പേര് അമീർ ഖാൻ എന്നാണ്. 60 വയസ്സ് കഴിഞ്ഞ അമീർ ഖാൻ ഇന്നും ഞങ്ങൾക്ക് ആ പഴയ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ജീവിതം മാറ്റിവെച്ച ഒരു നടൻ തന്നെയാണ്. അതാണ് അമീർ ഖാൻ. വി ലവ് യു മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.